മഹാത്മാഗാന്ധി തൊഴിലുറപ്പ് പദ്ധതിയെ മൊത്തത്തിൽ അട്ടിമറിച്ചുകൊണ്ടുള്ള ഈ പുതിയ റാംജി ബില്ല് പ്രതിപക്ഷത്തിന്റെ ശക്തമായിട്ടുള്ള എതിർപ്പുകളെ പോലും അവഗണിച്ചുകൊണ്ടാണ് ഇന്ന് ലോക്സഭയിൽ ശബ്ദ വോട്ടോടുകൂടി പാസ്സാക്കിയത്. എന്തായാലും ഇപ്പം നമ്മളോടൊപ്പം കെ രാധാകൃഷ്ണൻ MP കൂടി ചേരുന്നുണ്ട്. സർ, ഇന്ന് ലോക്സഭയിൽ വലിയ അതിശക്തമായിട്ടുള്ള പ്രതിഷേധം പ്രതിപക്ഷത്തിന്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. ഈ ബില്ല്, പുതിയ റാംജി ബില്ല്, അത് സ്റ്റാൻഡിംഗ് കമ്മിറ്റിക്ക് അല്ലെങ്കിൽ സംയുക്ത പാർലമെന്ററി സമിതിക്ക് വിടണമെന്ന ആവശ്യമൊക്കെ ഉണ്ടാകുന്നു. പക്ഷേ ഇതിനെയൊക്കെ പാടെ അവഗണിച്ചുകൊണ്ടൊരു നിലപാട്. നമുക്കറിയാം, 2004 ഇന്ത്യയിൽ ആദ്യമായി നമ്മുടെ ഗ്രാമീണ മേഖലയിലെ തൊഴിലാളികൾക്ക് വേണ്ടി ഒരു നിയമനിർമ്മാണം നടപ്പിലാക്കാൻ വേണ്ടി തയ്യാറായത്. 2004 UPA ഗവൺമെൻറ്. അങ്ങനെ UPA ഗവൺമെൻറ്റിനെ കൊണ്ട് അങ്ങനെ ഒരു തീരുമാനം എടുപ്പിക്കുന്നതിൽ അന്ന് ഇടതുപക്ഷത്തിന് വലിയ സ്വാധീനമുണ്ടായിരുന്നു. ഇടതുപക്ഷത്തിൻ്റെ സ്വാധീനത്തിൻ്റെ കൂടി ഫലമായിക്കൊണ്ടാണ് 2004 അധികാരത്തിൽ വന്ന UPA ഗവൺമെൻറ് 2005 ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവരാൻ വേണ്ടി തയ്യാറായത്. നമ്മുടെ രാജ്യം സ്വാതന്ത്ര്യം കിട്ടി 55 അല്ലെങ്കിൽ 58 വർഷം കഴിഞ്ഞിട്ടും നമ്മുടെ ഗ്രാമങ്ങളിലെ പട്ടിണിയും ദാരിദ്ര്യവും നിലനിൽക്കുകയാണ്. അതിൻ്റെ പ്രധാനപ്പെട്ട കാരണം അവിടെ ഗ്രാമീണ മേഖലയിൽ തൊഴിലും വരുമാനവുമില്ല. അങ്ങനെ തൊഴിലും വരുമാനവും ഇല്ലാതെ പാവങ്ങളുടെ പട്ടിണി മാറില്ല എന്ന നല്ല തിരിച്ചറിവ് ഇടതുപക്ഷത്തിനുണ്ടായിരുന്നു. വെറുതെ മുദ്രാവാക്യം കൊടുത്തുകൊണ്ട് മാത്രം ജനങ്ങളുടെ പട്ടിണി മാറില്ല. അതുകൊണ്ടാണ് നിയമത്തിലൂടെ അവർക്ക് തൊഴിലും വരുമാനം ഉണ്ടാക്കാൻ വേണ്ടിയുള്ള പദ്ധതി വേണം എന്ന് നിശ്ചയിക്കുകയും അതിനനുസരിച്ചുള്ള നിയമം ഉണ്ടാക്കി. 2005 നിയമം ഉണ്ടാക്കിയത്. ഏകദേശം 20 വർഷം പിന്നിടുകയാണ്. അപ്പോൾ ആ തൊഴിൽ നിയമം വന്നതിന് ശേഷം നമ്മുടെ ഗ്രാമീണ മേഖലയിൽ ചെറിയ രീതിയിലുള്ള മാറ്റങ്ങളൊക്കെ ഉണ്ടായി. പാവപ്പെട്ടവൻ്റെ പട്ടിണി കുറച്ചൊക്കെ മാറ്റാൻ അത് സഹായമായി. കാരണം തൊഴിലും വരുമാനം ഉണ്ടായി. 2014 അധികാരത്തിൽ വന്ന NDA ഗവൺമെൻറ് തുടക്കം മുതൽ തന്നെ അതിനെ തകർക്കാൻ വേണ്ടിയുള്ള നടപടിയാണ് സ്വീകരിച്ചത്. അതിൻ്റെ പ്രധാന കാരണം ആ തൊഴിൽ ഉറപ്പ് പദ്ധതിയുടെ പേര് തന്നെ നമ്മുടെ മഹാനായ രാഷ്ട്രപിതാവ് മഹാത്മജിയുടെ നാമധേയത്തിലാണ്. അപ്പം അതുകൊണ്ട് തന്നെ ആ തൊഴിൽ പദ്ധതി തകർക്കണമെന്നുള്ള ഉദ്ദേശം വെച്ചുകൊണ്ടാണ് ഓരോ വർഷവും ബഡ്ജറ്റിൽ വിഹിതം കുറയ്ക്കാൻ വേണ്ടി തയ്യാറായത്. ഇപ്പോൾ ലാസ്റ്റ് ബഡ്ജറ്റ് ആയപ്പോഴേക്കും അത് വളരെ താഴേക്ക് വരുന്ന സ്ഥിതി ഉണ്ടായി. അത് സംബന്ധിച്ച് അന്ന് തന്നെ ഞങ്ങളെല്ലാം പാർലമെൻറ്റിൽ പറഞ്ഞതാണ്. തൊഴിലുറപ്പ് പദ്ധതി തകർക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് ഗവൺമെൻറ് മുന്നോട്ട് വയ്ക്കുന്നത്. അത് തൊഴിലുറപ്പ് താനേ തകർന്നു പോകുമെന്നാണ് കരുതിയെങ്കിൽ അന്നും വ്യത്യസ്തമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ ഈ മഹാത്മാഗാന്ധിയുടെ നാമധേയത്തിലുള്ള ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് പകരം എന്ന് പറഞ്ഞുകൊണ്ട് വികസിത ഭാരത് അല്ലെങ്കിൽ BBG റാംജി എന്ന് പറയുന്ന ഒരു പദ്ധതി കൊണ്ടുവരാൻ വേണ്ടി ഒരു ബില്ല് കൊണ്ടുവന്നു. അത് വേണ്ടത്ര സ്ക്രൂട്ടിനി ചെയ്യാനുള്ള സമയമൊന്നും മെമ്പേഴ്സിന് അനുവദിക്കുകയുണ്ടായില്ല. മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റിക്കൊണ്ട് പുതിയൊരു തൊഴിൽ ഉറപ്പ് പദ്ധതി കൊണ്ടുവരുന്നു എന്നുള്ള രീതിയിലാണ് ഈ പദ്ധതി കൊണ്ടുവന്നത്. അപ്പോൾ ആ കൊണ്ടുവരുമ്പോൾ അവരുടെ ഉദ്ദേശ ലക്ഷ്യം ഒന്ന്, മഹാത്മാഗാന്ധിയുടെ പേര് ആ പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് നീക്കം ചെയ്യുക, മറിച്ച് ശ്രീരാമൻ്റെ പേര് കൂടി ചേർത്താൻ കഴിയുമോ, അങ്ങനെ ജനങ്ങളെ അവരുടെ ജനങ്ങളുടെ വികാരത്തെ അല്ലെങ്കിൽ വികാരം ഉപയോഗപ്പെടുത്താൻ കഴിയുമെന്നുള്ള കാഴ്ചപ്പാടാണ്. അതിനെതിരായിക്കൊണ്ടാണ് നമ്മുടെ പാർലമെൻറ്റിൽ ഇന്ത്യ സഖ്യത്തിൻ്റെ ആഭിമുഖ്യത്തിൽ വലിയ പ്രതിഷേധം വരുന്നത്. അപ്പോൾ ഈ പദ്ധതി കൊണ്ടുവരുന്നതിനോ അല്ലെങ്കിൽ പദ്ധതിയിൽ മാറ്റം വരുത്തുന്നതിനോ നമ്മളെതിരല്ല. നിലവിലുള്ള പദ്ധതിയെ കൂടുതൽ മെച്ചപ്പെടുത്താനാണെങ്കിൽ ഇവർക്ക് പേര് മാറ്റുക എന്നുള്ളത് മാത്രമാണ് ഉദ്ദേശം. ആ പദ്ധതി മെച്ചപ്പെട്ട രീതിയിലേക്ക് പോകാൻ ഉള്ള ഉദ്ദേശമില്ല. നേരത്തെ നമ്മൾ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവരുമ്പോൾ കേന്ദ്ര ഗവൺമെൻറ്റിനായിരുന്നു അതിൻ്റെ മുഴുവൻ ബാധ്യത. 100 ദിവസമെങ്കിലും കൃത്യമായിട്ടൊരു വർഷം തൊഴിൽ കൊടുക്കണം. അങ്ങനെ തൊഴിൽ കൊടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ അവർക്ക് തൊഴിലില്ലായ്മ വേതനം പോലെ കൊടുക്കാനുള്ള നിയമവും ആ നിയമത്തിലുണ്ടായിരുന്നു. അപ്പോൾ അത് അനുസരിച്ചാണ് 100 ദിവസമെങ്കിലും ജോലി കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഈ നിയമത്തിൽ, പുതുതായി കൊണ്ടുവരുന്ന നിയമത്തിൽ 125 ദിവസം ജോലി കൊടുക്കും. അതൊരു ആകർഷകമായിട്ടുള്ള മുദ്രാവാക്യമാണ്. 100 ദിവസം എന്നുള്ളത് 125. ഈ 125 ദിവസം ആക്കണമെന്ന് 125 അല്ല, അത് 2005 തന്നെ ഈ നിയമം കൊണ്ടുവരുന്ന സമയത്ത് തന്നെ കൂടുതൽ ദിവസം ജോലി കൊടുക്കണമെന്നുള്ള ആവശ്യമൊക്കെ അന്ന് അതിൻ്റെ സ്റ്റാൻഡിംഗ് കമ്മിറ്റികളൊക്കെ ചർച്ച ചെയ്തതാണ്.
200 ദിവസമെങ്കിലും ജോലി കൊടുക്കണം. പക്ഷേ അന്ന് 100 ദിവസം കൊടുക്കാൻ വേണ്ടിയാണ് തീരുമാനിച്ചത്. അതിപ്പോൾ 125 ദിവസമായിട്ട് വർദ്ധിപ്പിച്ചു എന്ന് ഒരു ആകർഷകമായിട്ടുള്ള തോന്നലുണ്ടാവും. എന്നാൽ സംഭവിച്ചത് കൃത്യമായിട്ട് ഇന്നലെ പാർലമെൻറ്റിൽ ഞങ്ങളെല്ലാം ചൂണ്ടിക്കാണിച്ചതാണ്. അതായത് 100% കേന്ദ്ര ഗവൺമെൻറ്റാണ് തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടിയുള്ള വിഹിതം മാറ്റിവെച്ചിരുന്നത്. എന്നാൽ ഇപ്പോൾ ഈ പുതിയ നിയമത്തിൽ പറയുന്നത് 60% കേന്ദ്ര ഗവൺമെൻറ്റും 40% സംസ്ഥാന ഗവൺമെൻറ്റും. അതിനർത്ഥം നേരത്തെ പല സെൻട്രൽ സ്പോൺസേഡ് സ്കീമിനും സംഭവിച്ച പോലെ തന്നെ ഈ തൊഴിലുറപ്പ് പദ്ധതിയും തകർന്നു പോകുന്ന സ്ഥിതി ഉണ്ടാവും. പല സംസ്ഥാനങ്ങൾക്കും ഈ 40% വഹിക്കാൻ കഴിയാതെ വരുന്ന സ്ഥിതി ഉണ്ടാവും. അതോടൊപ്പം തന്നെ 60% കേന്ദ്ര ഗവൺമെൻറ് കൃത്യമായിട്ട് സംസ്ഥാനങ്ങൾ കൊടുക്കാതിരിക്കുകയും ചെയ്യും. അതാണ് പല സെൻട്രൽ സ്പോൺസേഡ് സ്കീമിൻ്റെയും പ്രധാനപ്പെട്ട തകർച്ചയ്ക്ക് കാരണം. കേന്ദ്രം തരേണ്ട വിഹിതം അവർ കൃത്യമായിട്ട് സമയാസമയങ്ങളിൽ തരില്ല. പലപ്പോഴും സംസ്ഥാനങ്ങൾ ചെലവഴിച്ചതിന് ശേഷം കേന്ദ്രത്തിന് റീഇംബേഴ്സ് ചെയ്യുകയാണ് ചെയ്യുക. അങ്ങനെ വരുമ്പോൾ ഈ പദ്ധതി സമയാസമയങ്ങളിൽ ഇത് കൂലി കൊടുക്കേണ്ടതാണ്. അപ്പോൾ ഏതെങ്കിലും സമയത്ത് ചെയ്യേണ്ട ഒരു കാര്യമില്ല. പണിയെടുത്താൽ തൊഴിലാളികൾക്ക് അതാത് ആഴ്ചയിലോ മാസങ്ങളോ അവരെ ശമ്പളം കിട്ടണം. അങ്ങനെ കിട്ടാതെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം അവരുടെ സംസ്ഥാനത്ത് പണിയെടുത്തിട്ട് പൈസ കിട്ടുന്നില്ല എന്ന് പറയാം. സംസ്ഥാന ഗവൺമെൻറ്റുകൾക്കെതിരായിട്ടാണ് തിരിയുക. പ്രത്യേകിച്ചും BJP ഇതര സംസ്ഥാനങ്ങൾക്കായിരിക്കും ഏറ്റവും വലിയ ദോഷം വരുന്നത്. സംസ്ഥാന ഗവൺമെൻറ്റുകളുടെ വീഴ്ച കൊണ്ടാണ് നടപ്പിലാക്കാതെ പോയത് എന്നുള്ളത് വരുത്തി തീർക്കാൻ വേണ്ടിയിട്ടുള്ള വലിയ ശ്രമമാണ്. കാരണം അതിൻ്റെ ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ കഴിയും. തൊഴിലുറപ്പ് പദ്ധതിയുടെ ദേശീയ തലത്തിൽ തന്നെ എടുത്ത് പരിശോധിക്കുമ്പോൾ കേരളം പോലെയുള്ള സംസ്ഥാനങ്ങളിൽ തൊഴിലെടുത്തതിൻ്റെ കൂലി കൊടുക്കുന്നതിനുള്ള വീഴ്ചയാണ്. കോടിക്കണക്കിന് രൂപ ഇപ്പോഴും കേന്ദ്ര ഗവൺമെൻറ് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് കൊടുക്കാണ്ട്. അതിൽ ഏറ്റവും കൂടുതൽ വീഴ്ച വരുത്തുന്നത് BJP ഇതര സംസ്ഥാനങ്ങളാണ്. അങ്ങനെ വരുമ്പോൾ സ്വാഭാവികമായിട്ടും ഈ 60-40 എന്ന് പറയുമ്പോൾ 40% എന്ന് പറഞ്ഞാൽ വലിയ എമൗണ്ട് ആവും. ഇപ്പോൾ 1000 കോടി രൂപയുടെ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കുമ്പോൾ 400 കോടി സംസ്ഥാന ഗവൺമെൻറ്, അത് 5000 ആകുമ്പോൾ അതിൻ്റെ 2000 കോടി രൂപ. ഓരോ വർഷവും ഇങ്ങനെ ആയിരക്കണക്കിന് കോടി രൂപ സംസ്ഥാന ഗവൺമെൻറ്റുകൾ ഈ തൊഴിലുറപ്പ് പദ്ധതിക്ക് വേണ്ടി മാറ്റിവെക്കേണ്ട അവസ്ഥ വരും. അത് സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക് താങ്ങാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് എത്തും. സംസ്ഥാനങ്ങൾക്ക് അർഹമായ തുക പോലും കൊടുക്കാതിരിക്കുന്ന സ്ഥിതിയാണ് ഇപ്പോൾ ഉള്ളത്. പ്രത്യേകിച്ച് നമ്മുടെ കേരളത്തിന് കിട്ടേണ്ട അർഹമായ ന്യായമായി കിട്ടേണ്ട വിഹിതമൊന്നും തന്നെ കിട്ടാതിരിക്കുകയാണ്. വലിയ ദുരന്തങ്ങളുണ്ടാകുമ്പോൾ അതിനുപോലും സഹായിക്കാതിരിക്കുന്ന നിലപാടാണ്. അപ്പോൾ സ്വാഭാവികമായിട്ട് ഈ പദ്ധതിയും കേന്ദ്ര ഗവൺമെൻറ് കൊടുക്കേണ്ട വിഹിതം കൊടുക്കാതെ വരുമ്പോൾ അത് സംസ്ഥാനത്തിൻ്റെ തലയിൽ വന്ന് വീഴുന്ന സ്ഥിതിയായിരിക്കും. അപ്പോൾ സംസ്ഥാന ഗവൺമെൻറ്റുകൾ കൂടുതൽ ഭാരം അടിച്ചേൽപ്പിക്കാൻ വേണ്ടിയുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. സാമ്പത്തിക ബാധ്യതയും ഭാരവുമെല്ലാം സംസ്ഥാന ഗവൺമെൻറ്റുകൾക്ക്. എന്നാൽ നമ്മുടെ രാജ്യത്തിൻ്റെ ഫണ്ട് മുഴുവൻ കേന്ദ്ര ഗവൺമെൻറ് സ്വരൂപിക്കുകയും ചെയ്യുകയാണ്. അപ്പോൾ അതൊരു വശത്ത് അങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതോടൊപ്പം തന്നെ ഇത്തരം തൊഴിൽ പദ്ധതികളെയെല്ലാം തന്നെ തകർക്കുക എന്നുള്ള ലക്ഷ്യമുണ്ട്. നമുക്കറിയാം, നമ്മുടെ തൊഴിലാളികൾക്കെതിരായിക്കൊണ്ട് എന്ത് നിയമനിർമ്മാണം നടപ്പിലാക്കണം എന്ന ചർച്ചയാണ് 4 ലേബർ കോഡുകൾ നമ്മുടെ രാജ്യത്ത് കൊണ്ടുവന്നത്. അപ്പോൾ തൊഴിലാളി എന്ന് പറയുന്ന വിഭാഗങ്ങളെ എല്ലാ അർത്ഥത്തിലും തകർക്കുക എന്നുള്ള നയവും കൂടി കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തുനിന്നുണ്ടാകുന്നു. എല്ലാം വർഗീയമായിട്ട് ചിന്തിക്കുക. പേരുമാറ്റത്തിലൂടെ തന്നെ അത് തന്നെയാണ് ഉദ്ദേശിക്കുന്നത്. വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി എന്തെല്ലാം ചെയ്യാൻ കഴിയുമോ അതെല്ലാം ചെയ്യാം. അത് ദൈവങ്ങളുടെ പേരിലാണെങ്കിലും വിശ്വാസങ്ങളുടെ പേരിലാണെങ്കിലും സ്ഥലനാമങ്ങളുടെ പേരിലാണെങ്കിലും വ്യക്തികളുടെ നാമങ്ങളാണെങ്കിലും അതെല്ലാം മാറ്റിമറിച്ചുകൊണ്ട് അതെല്ലാം വർഗീയവൽക്കരിച്ചുകൊണ്ട് വർഗീയ ധ്രുവീകരണം ഉണ്ടാക്കിക്കൊണ്ട് മുതലെടുക്കാൻ വേണ്ടിയുള്ള വലിയ പരിശ്രമമാണ് നടത്തുന്നത്. ഞാൻ ഇന്നലെ പാർലമെൻറ്റിൽ സംസാരിച്ചു. കാരണം ഇപ്പോഴത്തെ ഗ്രാമവികസന വകുപ്പ് കേന്ദ്ര ഗ്രാമവികസന വകുപ്പ് മന്ത്രി മുന്നേ സംസ്ഥാനത്ത് മുഖ്യമന്ത്രിയായിരുന്ന ആളാണ്. അദ്ദേഹത്തിനറിയാം ഈ 60-40% വിഹിതം പങ്കുവയ്ക്കുമ്പോൾ സംസ്ഥാനങ്ങളിൽ താങ്ങാൻ പറ്റാത്തതാണ്. അതിനെക്കുറിച്ചൊരു അക്ഷരം പോലും മിണ്ടാൻ വേണ്ടി അദ്ദേഹം തയ്യാറായില്ല. അപ്പോൾ സംസ്ഥാനങ്ങളിലെ ഭാരം അടിച്ചേൽപ്പിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളെ തകർക്കുക എന്നുള്ള ലക്ഷ്യവും ഇവിടെയുണ്ട്. നമ്മുടെ ഫെഡറൽ സംവിധാനത്തെ തകർക്കുക, എല്ലാം തങ്ങളുടെ സങ്കുചിത താല്പര്യത്തിന് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നുള്ള സമീപനത്തിലേക്ക് പോവുകയാണ്. നമ്മുടെ ജനാധിപത്യ സംവിധാനങ്ങളെയെല്ലാം തന്നെ തകർക്കുകയാണ്. അപ്പോൾ ഈ കാര്യത്തിൽ ഇവിടെ അവതരിപ്പിക്കുന്ന ബില്ലുകളുടെ കാര്യം തന്നെ എടുത്ത് പരിശോധിച്ചാൽ കാണാൻ കഴിയും. പല ബില്ലുകളും അതേ അവതരിപ്പിക്കുന്ന ദിവസമാണ് മെമ്പേഴ്സിന് എൻ്റെ കോപ്പി കിട്ടുന്നത്. അങ്ങനെ കിട്ടിയ കോപ്പിക്ക് ഭേദഗതി കൊടുക്കാൻ വേണ്ടിയുള്ള അവസരം പോലും നിഷേധിക്കുക. ഒരു ദിവസം തന്നെ ബില്ല്
പൈലറ്റ് ചെയ്യുന്നു, അന്ന് തന്നെ ഡിസ്കഷൻ നടത്തുന്നു, അന്ന് തന്നെ പാസ്സാക്കുന്നു. അപ്പോൾ ബില്ലുകളൊക്കെ പാസ്സാക്കുമ്പോൾ വിപുലമായ ചർച്ചകൾ വേണ്ടതാണ്. അല്ലെങ്കിൽ മെമ്പേഴ്സിന് അതിനെ സംബന്ധിച്ച് കൂടുതൽ വിശദീകരണത്തിന് വേണ്ടിയുള്ള അവസരം വേണ്ട. വേണമെങ്കിൽ ഈ ബില്ല് പാസ്സാക്കാൻ വേണ്ടി കുറേ അധികം സമയം ചർച്ച ചെയ്തു എന്ന് പറയാം. ഒറ്റ ദിവസമാണ് ചർച്ച ചെയ്തു, ചർച്ചയ്ക്ക് വേണ്ടിയുള്ള ചർച്ചയാണ്. അല്ലാതെ അതിൻ്റെ ഉള്ളിലേക്ക് കടന്നു നിന്നുകൊണ്ട് ആ ബില്ലിൻ്റെ ഗുണദോഷങ്ങളെ സംബന്ധിച്ച് ചർച്ച ചെയ്യാനുള്ള അവസരമൊന്നും കിട്ടിയിട്ടില്ല. വെറുതെ നമുക്ക് കിട്ടിയ അവസരം അനുസരിച്ച് ഓരോ അംഗങ്ങളും പ്രസംഗിച്ചു എന്നുള്ളത് ശരിയാണ്. പക്ഷേ ഡീറ്റെയിൽ ആയിട്ട് അത് സ്ക്രൂട്ടിനി ചെയ്ത് പറയാനുള്ള അവസരങ്ങളും നിഷേധിക്കപ്പെടുകയാണ് ചെയ്തത്. അവർക്ക് ഒറ്റ അജണ്ടയേ ഉള്ളൂ, ഈ മഹാത്മാഗാന്ധിയുടെ പേര് മാറ്റണം, ഈ പദ്ധതി തകർക്കണം, അതിന് പകരമായിട്ട് രാംജി എന്നുള്ള നാമധേയം കൂടി ആ പദ്ധതിയോട് ചേർക്കണം. അത് കൃത്യമായിട്ടുള്ള രാഷ്ട്രീയ ലക്ഷ്യത്തോടു കൂടിയാണ് ഈ ബില്ല് ഇവിടെ പാസ്സാക്കിയെടുത്തിരിക്കുന്നത്. എന്തായാലും കഴിഞ്ഞ ദിവസങ്ങളെല്ലാം ഇടതുപക്ഷത്തിൻ്റെ ഭാഗത്തു നിന്നായാലും പ്രതിപക്ഷവും ഇന്ത്യ മുന്നണിയുടെ ഭാഗത്തു നിന്നാലും വലിയ പ്രതിഷേധമാണ് ഉയർന്നു വന്നത്. നിലവിൽ ഇടതു പാർട്ടികൾ 22-ാം തീയതി രാജ്യവ്യാപക പ്രതിഷേധത്തിന് ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇനി ഏതൊക്കെ തരത്തിലായിരിക്കും ഈ കർഷക തൊഴിലാളി യൂണിയനുകളായാലും എല്ലാം ഏത് തരത്തിലായിരിക്കും പ്രതിഷേധങ്ങൾ പോവുക? അതിൽ കേരളത്തിൽ പ്രത്യേകിച്ച് നമ്മൾ എടുക്കുമ്പോൾ കേരളത്തിലാണ് ഇന്ത്യയിലെ ഏറ്റവും നല്ല രീതിയിൽ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കിയ സംസ്ഥാനം. 1-ാം സ്ഥാനത്താണ് ആ കാര്യത്തിൽ. ലക്ഷക്കണക്കിന് ആളുകൾ ഇതിൻ്റെ ഭാഗമായിക്കൊണ്ട് അവരുടെ ജീവിതം മെച്ചപ്പെടുത്താൻ കഴിയും. നമ്മുടെ കേരളത്തിൽ ഗ്രാമത്തിൽ മാത്രമല്ല, ഗ്രാമീണ മേഖലയിൽ തൊഴിലുറപ്പ് കൊടുക്കാൻ വേണ്ടിയാണ് ദേശീയ ഗ്രാമീണ തൊഴിലുറപ്പ് നിയമം കൊണ്ടുവന്നത്. എന്നാൽ കേരളം ആ കാര്യത്തിലും ഒരു പടി മുന്നിലായി. അതുകൊണ്ടാണ് നഗരപ്രദേശങ്ങളിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നാമധേയത്തിലാണ് നഗരപ്രദേശങ്ങളിലെ തൊഴിലാളികൾക്കും തൊഴിലും വരുമാനം വേണം. അതുകൊണ്ടാണ് നമ്മുടെ കേരളത്തിൽ മാത്രമാണ് നഗരപ്രദേശങ്ങളിലെ തൊഴിലാളികൾക്കും ഈ തൊഴിലുറപ്പ് പദ്ധതി നടപ്പിലാക്കാൻ തയ്യാറായി. അതോടൊപ്പം തന്നെ ട്രൈബൽ ഏരിയയിൽ നമ്മൾ 100 ദിവസമാണ് നമ്മുടെ നിയമം അനുസരിച്ച് ജോലി കൊടുക്കേണ്ടത്. എന്നാൽ കേരളത്തിൽ ട്രൈബൽ മേഖലയിൽ ട്രൈബൽ പ്ലസ് 100 ദിവസം അധികം കൊടുക്കുക. അതുപോലെ ഈ തൊഴിലുറപ്പ് തൊഴിലാളികൾക്ക് വേണ്ടി ഒരു ക്ഷേമനിധി ബോർഡും ഉണ്ടാക്കിയത് നമ്മുടെ കേരളത്തിൽ മാത്രമാണ്, മറ്റ് സ്ഥലത്തില്ല. അപ്പോൾ ആ തൊഴിലാളികളെ സംരക്ഷിക്കാൻ വേണ്ടിയുള്ള വലിയ ഇടപെടലാണ് നമ്മുടെ കേരളത്തിൽ നടത്തി. സാമ്പത്തികമായിട്ടുള്ള വലിയ പ്രയാസം ഉണ്ടാകുമ്പോഴും ഇവ കാര്യങ്ങൾ ചെയ്തു പോകുക എന്നുള്ള നിലപാടാണ് സ്വീകരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ രാജ്യത്താകെ വലിയ ചലനമുണ്ടാക്കിയ ഒരു തൊഴിൽ മേഖലയാണ് ഈ തൊഴിലുറപ്പ് പദ്ധതി എന്നുള്ളതുകൊണ്ട് ദേശവ്യാപകമായിട്ട് ഇടതുപക്ഷ പ്രസ്ഥാനങ്ങളും അതുപോലെ തന്നെ യോജിക്കാവുന്ന എല്ലാ ആളുകളെയും ചേർത്തുകൊണ്ടുള്ള പ്രക്ഷോഭം നടത്തേണ്ട ട്രേഡ് യൂണിയൻ സംഘടനകൾ, കർഷക സംഘങ്ങൾ, കർഷക തൊഴിലാളി സംഘടനകൾ, അങ്ങനെ വിവിധ സംഘടനകളെല്ലാം ചേർന്നുകൊണ്ട് ഗവൺമെൻറ്റിൻ്റെ നിലപാടുകൾക്കെതിരായിക്കൊണ്ട് അതിശക്തമായിട്ടുള്ള സമരവും പോരാട്ടവും ഉയർത്തും. പാർലമെൻറ്റ് അകത്തിൻ്റെ പരിമിതിയുണ്ട്, അവർക്ക് ഭൂരിപക്ഷമുണ്ട്. ആ ഭൂരിപക്ഷം അനുസരിച്ചുകൊണ്ട് ഏകപക്ഷീയമായിട്ട് പല ബില്ലുകളും പാസ്സാക്കാമെന്നുള്ള ഹുങ്കാണ് കാണിക്കുന്നത്. എങ്കിലും വലിയ രീതിയിലുള്ള ചെറുത്തുനിൽപ്പ് പാർലമെൻറ്റ് അകത്തും പുറത്തും ഒക്കെ നമുക്ക് നടത്താൻ വേണ്ടി കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഈ പദ്ധതിയെ തകർക്കാനുള്ള ലക്ഷ്യം തകർക്കുക എന്നുള്ളത് നമ്മുടെ രാജ്യത്തിൻ്റെ പൊതുവായ ഒരു ലക്ഷ്യമായിട്ട് കാണാൻ വേണ്ടി കഴിയും.